പക്ഷെ ഒരു കാർ നിരൂപകൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ ഭയങ്കരമായിട്ട് നെഗറ്റീവാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? പൊന്മാൻ മൂഡ് കിട്ടിയോ നിങ്ങൾക്ക്? പൊന്മാൻ മൂഡ് കിട്ടിയോ? പൊന്മാൻ മൂഡ് എനിക്ക് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. എനിക്ക് പടം അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബേസിൽ ജോസഫിന് എപ്പോഴും ഉള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ, ആ ഗ്യാരണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. പക്ഷെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസിനുള്ള വകുപ്പ് കഥയ്ക്കകത്തില്ല. ഇതിലെ ഒരു ക്യാരക്ടറിനും എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സാധനവും കഥയ്ക്കകത്തില്ല. പിന്നെ ബേസിൽ ജോസഫിന് നമ്മൾ സ്ഥിരമായിട്ട് കാണില്ലേ, എല്ലാ മാസവും ബേസിൽ അളിയാന്ന് വിളിക്കേണ്ട അവസ്ഥയാണ്. എല്ലാ മാസവും തിയേറ്ററിൽ 3-4 വട്ടം കാണുന്നുണ്ട്. ഗോവിന്ദൻകുട്ടി പറയുന്നതാ ശരി. എന്താ കുറച്ച് നമ്മുടെ അംബാൻ സജിൻ, അംബാനിലേക്ക് വരുമ്പോ കലിപ്പ് പിടിച്ച ആദ്യം മുതൽ അവസാനം വരെ കലിപ്പ്. അതാണ് അംബാനെ കാണിക്കുമ്പോ മുതൽ അംബാനെ അവസാനിക്കുന്ന വരെ കലിപ്പ് മോഡാണ്. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? ലാസ്റ്റ് അംബാനെ എപ്പോഴാണോ കാണിക്കുന്നത് അതുവരെ കലിപ്പ്. ഫുൾ മസിൽ കൊടുത്താം. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. അംബാന്റെ കേസിലൊക്കെ ഇയാൾ ഇങ്ങനത്തെ പടം മാത്രം പിടിച്ച് പോകാതെക്കണമെന്ന് നന്നാവും അല്ലെ. ഫുൾ ടൈം കലിപ്പ് മാത്രമായ പിന്നെ അയാൾ അങ്ങനെ ഉണ്ടായി പോകുന്ന എനിക്ക് തോന്നുന്നത്. കോമഡി കലിപ്പ് നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും നമുക്കങ്ങനെ ഹൈപ്പർ അല്ലെങ്കിൽ ഭയങ്കര സംഭവം എന്ന് പറയാൻ മാത്രം ഇല്ലാത്തൊരു കഥയും. അതെന്നാ വർത്താനം പറഞ്ഞു പോയി. ഡോണ്ട് എക്സ്പെക്ട് ബേസിൽ ബ്രില്യൻസ്, ഒരു സജിൻ അംബാൻ എഫക്ട്, അതൊന്നും ഡോണ്ട് എക്സ്പെക്ട്. അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. ആവറേജ്, ഡീസന്റ് ആവറേജ് മൂവി, അത്രേ നമുക്ക് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റൂ. ഓക്കെ, എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അത് മാത്രമാണ് ഞാൻ എന്റെ ഈ സോഷ്യൽ മീഡിയയിലെ ആ ഒരു നെഗറ്റീവ് കണ്ടിട്ടുള്ളൂ. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ഈ സിനിമാ നിരൂപകർ എന്ന് പറയുന്ന ഈ ഇത്തരം യൂട്യൂബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? സിനിമാ നിരൂപണമാണോ ചെയ്യുന്നത്, അതോ അവരുടെ ഏണിങ്സിന് വേണ്ടിയിട്ടാണോ അവർ ചെയ്യുന്നത്? അരി മാറ്റേഴ്സ്. നാളെ എന്തെങ്കിലും കോണ്ടന്റ് ഇട്ട് അരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഐ വോത്ത് ഇറ്റ്, ഞാനത് ചെയ്യുന്നുണ്ട്. പറയില്ല, അവർക്ക് പറഞ്ഞത് കണക്ട് ആവുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ പറഞ്ഞത്. ബാക്കിയുള്ള റിവ്യൂസ് ഒക്കെ അത്യാവശ്യം പോസിറ്റീവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബറിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ സിനിമ കണക്ട് ആയി ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ ഒരു മലബാർ ഏരിയ ഇങ്ങനത്തെ ഒരു സിസ്റ്റം മനസ്സിലാക്കാത്ത ഒരാളായിരിക്കും, ഒരു കൊല്ലത്തിന്റെ കൾച്ചർ അറിയാത്ത ആൾക്കാരായിരിക്കാം. സ്വാഭാവികം. ചിലപ്പോൾ അവര് ദൗത്യം മേടിച്ചിട്ടായിരിക്കും കല്യാണം കഴിച്ചേക്കുന്നത്, അതുകൂടി ചിലപ്പോൾ കൊണ്ടിട്ടുണ്ടാവാം. ചിലപ്പോ അവര് ദൗത്യം മേടിച്ചിട്ടായിരിക്കും കല്യാണം കഴിച്ചേക്കുന്നത്, അതുകൂടി ചിലപ്പോ കൊണ്ടിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആര് എങ്ങനെ രീതിയിൽ സിനിമയെ മോശമായിട്ട് പറഞ്ഞാൽ നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ കാണും, അത്രയെങ്കിൽ പറയാനുള്ളൂ. ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാൻ. ആവറേജ്, ഡീസന്റ് ആവറേജ് മൂവി, അത്രേ നമുക്ക് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റൂ. കണ്ടോ അല്ലേ? കണ്ടോ? വർത്താണ്. ഒരു വട്ടൊക്കെ കാണാം. കാർ നിരൂപകൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ ഭയങ്കരമായിട്ട് നെഗറ്റീവാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. എന്നാ പിന്നെ ഞാൻ പോട്ടെ.